നവകേരളത്തിൻ്റെ തുടർച്ചയിൽ ഈ അധ്യയന വർഷവും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയായി നടപ്പിലാക്കി വന്ന പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ ഉണർവ്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായ മെച്ചം, കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ വർധന, മുടങ്ങാതെ ലഭ്യമായ പാഠപുസ്തകങ്ങൾ, കുഞ്ഞുങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബ് സൗകര്യങ്ങൾ, ടിങ്കറിംഗ് ലാബ് ഉൾപ്പെടെയുള്ള സവിശേഷമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിൽ 2026-27 അധ്യയന വർഷവും നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്ത് തലയുയർത്തി കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോടും കേരളത്തിലെ നിലവിലെ ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വർഷം ഉള്ളതുപോലെയെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്താൻ അവർ പരിശ്രമിക്കണമെന്നാണ്. പുതുതായി ഒരു കല്ലുപോലും എടുത്തു വെച്ചില്ലെങ്കിലും ഉള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാതിരിക്കാൻ ക്രിയാത്മകമായ ഇടപെടലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തലയുയർത്തിക്കാൻ ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോഴും വലിയ പണിപ്പെട്ട പ്രയത്നങ്ങളില്ലാതെ അവർക്ക് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ കഴിയുന്നു. പാഠപുസ്തകങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയുന്നു. മനോഹരമായ ക്ലാസ് മുറികളിലേക്ക് കുഞ്ഞുങ്ങളെ വരവേക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിർത്തണം. ഇത് നിലനിർത്തുക എന്നുള്ളതാണ് പുതിയ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പുതുതായി ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായ സമീപനം കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ പോസിറ്റീവായി, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ പോസിറ്റീവായി ഈ കാര്യങ്ങളെല്ലാം കാണും. ഞങ്ങൾ SFIക്കെതിരായി മൃഗീയമായ ആക്രമണം കേരളത്തിലെ പല ഭാഗത്തും പോലീസ് ഉപയോഗിച്ച് അവർ നടത്തുമ്പോഴും ഞങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ പോസിറ്റീവായി കാണുകയാണ്. ഒന്നിനെയും നെഗറ്റീവായി കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല ഗുണപരമായ മാറ്റങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയ തുടർച്ചയിൽ പെൺകുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് കൂടി ആർത്തവാവധി ഇപ്പോൾ വിപുലീകരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ, നടപ്പിലാക്കണം. ഇപ്പോൾ ആ മുന്നണിക്കകത്തുനിന്ന് തന്നെ ചില അബദ്ധസ്വരങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി പ്രഖ്യാപിച്ച പ്രഖ്യാപനം ധൈര്യത്തോടെ നടപ്പിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാവണം. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് 2023 കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും പെൺകുട്ടികൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചത്. വളരെ ക്രിയാത്മകമായ പ്രവർത്തനമാണ്. 75% അറ്റൻഡൻസ് എന്നത് 73 ചുരുക്കി 2% അറ്റൻഡൻസ് പെൺകുട്ടികൾക്ക് ആർത്തവാവധിയിൽ പരിഗണിക്കണമെന്ന ക്രിയാത്മക നിർദ്ദേശം ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. ആ നയത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ആ നയം കേരളത്തിലെ വിദ്യാർത്ഥിനികൾ, സ്ത്രീകൾ, പൊതുസമൂഹം ആകെ ഏറ്റെടുത്തു. അതിൻ്റെ ഒരു നയ തുടർച്ച ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ നയത്തുടർച്ച ഉണ്ടാവണം. ഇടതുപക്ഷ നയം അത് ഗുണകരമായ മാറ്റത്തിലാണ് നാട്ടിലാകെ വഴിവെച്ചിട്ടുള്ളത്. ആ ഗുണകരമായ ഇടതുപക്ഷ നയം കേരളത്തിലെ ഗവൺമെൻറ് തുടരാൻ തയ്യാറാവണം. ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. ആ സാധാരണക്കാരുടെ മക്കളെ കൈവിടുന്ന ഒരു സമീപനവും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കരുത്. അത് സ്വീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം